പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ ഇങ്ങനെ ഇരുന്ന് വർത്താനം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതേ പിന്നെ കസാരയിലാണ് ഇട്ടിരിക്കണത് കേട്ടാ. സുലു എത്രത്തോളം സമ്മതിക്കും, എപ്പോ ഓഫാക്കേണ്ടി വരാനാവോ എനിക്കറിയില്ല. പക്ഷെ എനിക്കിങ്ങനെ ഇരുന്ന് കസാരയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ സുലുവിനെ ഞാൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ മടിയില്. സുലു ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടാ. അമ്മ അത് എന്തിട്ടത്, ഇത് എന്തിട്ട് ഈ പരിപാടി അമ്മ? ഒരു ലൈറ്റും കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ അമ്മ. ഇതെന്താ സംഭവം? സുൽക്കൂട്ടിന് പിടികിട്ടിയില്ല കേട്ടാ. ഇത്ര ദിവസം ചെയ്യണ്ടെന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കുട്ടപ്പന് അല്ലെ. ഇപ്പൊ അതേ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞതേ മിടുക്കനായിട്ടിരിക്കുന്നുണ്ട് സുധുന്റെ മോൻ, എന്റെ സുടുമോൻ. അപ്പൊ അതിലിപ്പോ കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, നമ്മളമ്മമാര് തന്നെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള മക്കൾക്ക് മെഡിസിറ്റ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാ ഡോക്ടർമാരെ കാണിച്ചു. പക്ഷെ നമ്മൾ കുറെയൊക്കെ നമ്മളും അവരെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് എപ്പോഴും സംസാരിക്കാനായിട്ട് നോക്കണം ഈ മക്കളോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്, നമ്മൾ അനങ്ങാണ്ടിരിക്കരുത്, നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്റെ മോനെ സംബന്ധിച്ച് ഞാനിപ്പോ ഇവൻ എന്തെങ്കിലും മാറ്റങ്ങൾ പെട്ടെന്ന് അങ്ങനെ വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എനിക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ അതാണ് ഇപ്പൊ പറയണത്. ഇപ്പോ ഇവനെ ട്രീറ്റ്മെന്റ് ചെയ്യണത് ഇപ്പൊ ജനിച്ചപ്പോ തൊട്ട് ടോണിമാംലി സാറാണ് കേട്ടോ. ആ ഡോക്ടറുടെ മരുന്നുകളാണ് ഇപ്പൊ ഞങ്ങൾ കൊടുക്കണത്. പിന്നെ ന്യൂറോളജി ഡോക്ടറെ കാണിക്കുന്നുണ്ട്, അത് ഷൈമ ഡോക്ടർ, അത് സൺറൈസ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ രണ്ട് ഡോക്ടറും രണ്ടും ഹോസ്പിറ്റലാണ്. അപ്പൊ ഞങ്ങൾക്ക് കാണാനായിട്ട് പോവാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ അമ്മ അന്ന് മുടി അയച്ചിരുന്ന് ഉണങ്ങിയിട്ടില്ല, അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ അയച്ചിട്ടിരുന്നത് കേട്ടാ. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞോളൂ. എന്റെ അമ്മനെ മുടി പിടിച്ചു വലിക്കില്ല കേട്ടാ. അപ്പൊ അമ്മയ്ക്ക് കെട്ടി വെച്ചൂടെ അല്ലേ? അമ്മ ഒന്ന് വലിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അയച്ചിട്ടതാ. അപ്പോഴേക്കും നീ അത് ഓർത്ത് പിടിച്ചു അല്ലേ? എന്റെ മോനത് ഓർത്ത് പിടിക്കല് കൂടുതലല്ലേ? എന്റെ മോനത് ഓർത്ത് പിടിച്ച് കൂടുതലാണ് വേണ്ടാ. എന്റെ മോരിക്കിന് വേണ്ട, എന്റെ സുടുമോരിക്കിന് വേണ്ട. അമ്മയുടെ സ്വത്താരണാവോ? സുടുവാണോ അമ്മയുടെ സ്വത്ത്? സുടുക്കുട്ടനാണ് കേട്ടോ അമ്മയുടെ സ്വത്ത്. സുടുക്കുട്ടനാണ്, അമ്മയുടെ സ്വത്താണ്. അമ്മയുടെ ചക്കരമുത്താരാ? അമ്മയുടെ ചക്കരമുത്താരാ? ചക്കരമുത്ത്. അതിലൊരു ഹായ് കൊടുത്തേ. എന്റെ സുടുക്കുട്ട എന്ന് ഹായ് നിങ്ങളോട് പറയണാവോ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ സുടുമോൻ ഒരു ഹായ് കൊടുക്കുവോ? ഒരു ഹായ് കൊടുത്തേ. കണ്ടാ, ഇങ്ങനെ ഇരുന്ന് നമുക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവൻ അപ്പോഴേക്കും അലമ്പാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ കസാരയിലൊന്നും അങ്ങനെ അധികം നേരം ഇരിക്കില്ല. നമ്മുടെ മടിയിലാവും അധികം നേരം ഇരിക്കില്ല. താഴെയാണ് അവൻ ഇരുന്ന് കൂടുതൽ നേരം ഇരുന്ന് കളിക്കുള്ളൂ കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മടിയില് പുള്ളിക്കാരൻ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും പുള്ളിക്കാരൻ ഇരിക്കില്ല. ഇപ്പൊ 5 മിനിറ്റ് പോലെ ആയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി. അപ്പൊ ഇതാണ് ഇപ്പൊ അവസ്ഥ. നമ്മൾക്ക് മടി എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മടിയിലിരിക്കില്ല, നമ്മളപ്പോ ഇങ്ങനെ നടക്കേണ്ടി വരും തോളിലിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ സുൽക്കൂട്ടം വെയിറ്റ് ആയി. ഇപ്പൊ നമുക്കത് കാരണം കൊണ്ട് എവിടെയും കൊണ്ടുപോകാനായാലും എല്ലാ കാര്യങ്ങൾക്കായാലും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇങ്ങനെ ഇപ്പൊ തോളിലിട്ട് നടന്ന് അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സുഡു എന്നിട്ട് അമ്മയുടെ കയ്യിലിട്ടിട്ടാവില്ലല്ലേ മോന് മുഖം തുടയ്ക്കാനായിട്ട്? അത് നിന്നെ മോനെന്തിനാ? മോൻ തന്നെ തുടയ്ക്കോ? അവനിങ്ങനെ തുടയ്ക്കണതൊക്കെ ദേഷ്യം കേട്ടാ. അതെന്റെ കയ്യിൽ നിന്ന് കളയാൻ വേണ്ടിട്ടാണ് കേട്ടോ അതെടുക്കണത്. അമ്മയുടെ കയ്യിൽ നിന്ന് അത് കളയാൻ വേണ്ടിട്ടാണ്. എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും ഒക്കെ കളയുള്ളൂ കേട്ടാ, എറിയുള്ളൂ അല്ലേ സുഡു? അമ്മയുടെ മോൻ എറിയല്ലേ ഉള്ളൂ. അമ്മയുടെ മോന് ഹായ് കൊടുത്തേ. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, എന്റെ മോനെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ശശിക്ക് ദേഹം എന്റെ മോൻ ഇങ്ങനെ ഇരുന്ന് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കൃഷി ഉണ്ടാ എന്റെ മോത്തിക്ക് നോക്കാണ്. ഇതിനിപ്പോ എപ്പോഴാണാവോ നിർത്തണേ? ഇതിനിപ്പോ എപ്പോഴാണാവോ ഓഫാക്കണ? അമ്മ എന്റെ മോത്തിക്ക് നോക്കാണ്. ചെക്കേ ഇവിടെ ഇരുന്നോ. അപ്പൊ ഞാൻ
അപ്പൊ നമ്മള് ഇപ്പൊ ഞാന് ഫിസിയോതെറാപ്പി സുൽമുന് സ്വന്തമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ 5.5 വർഷം വരെ കല്ലിട്ടിങ്ങടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ട് സമയം കുറവായി തുടങ്ങിയിട്ട് ഇവന് കിട്ടണത്. അപ്പൊ അവര് തന്നെ പറഞ്ഞു, മോള് വീട്ടിൽ പോയി ഇപ്പൊ ഇത്ര വർഷം ചെയ്തതല്ലേ, അപ്പൊ വീട്ടിൽ തന്നെ സ്വയം ചെയ്തു നോക്കുന്നു പറഞ്ഞിട്ട്, പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ട് ഞാൻ സ്വയം തന്നെയാണ് കേട്ടോ ചെയ്യണത്. എല്ലാ കാര്യങ്ങളും ഒക്കെ സ്വയം തന്നെയാണ് ചെയ്തു കൊടുക്കണത്. ഇപ്പൊ നമ്മൾ അമ്മമാര് തന്നെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ മെഡിസിൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതുപോലെ തന്നെ ഇരിക്കും. എന്താ വെച്ചാൽ ഇവരോട് നന്നായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും വായതോരാണ്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോ സുൽമോനോട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് സുൽമോന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇപ്പൊ അച്ഛന്മാര് കൂടുതൽ അങ്ങനെ മനസ്സിലാക്കി വരില്ല ഇവരെന്തിട്ടാ ചെയ്യണേന്നുള്ളത്. ഇപ്പൊ ചേട്ടന് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവന്റെ കാര്യങ്ങൾ മനസ്സിലാവില്ല, ഇവ എന്തിനാണ് അവ കരയണേന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ ഞാനാ പറയും ഇങ്ങനെ നേരെ നോക്കടാ, ഇത് നോക്കാനേ മടിയുള്ളൂ സുടുക്കുട്ടന്, ഇത് നോക്കാനേ മടിയുള്ളൂ. ഇടിച്ചു കണ്ട. ഞാൻ എപ്പോഴൊന്നും വരാത്തേന്ന് എന്താ പ്രതീക്ഷിച്ചു. അപ്പൊ അമ്മയുടെ മുതിക്ക് നോക്കാൻ കുഴപ്പമില്ല അല്ലേ? ഇടിച്ചു ഏതാ. അപ്പൊ ഓരോ പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ നമ്മുടെ സുടുക്കുട്ടന് അല്ലെ. അമ്മയുടെ മോന് ഒരു പ്രത്യേക സ്വഭാവം അല്ലേ. അങ്ങനെ ഇടിച്ച് നിന്റെ തലൊക്കെ പൊട്ടിപ്പോട്ടെ, അങ്ങനെയൊക്കെ ഇടിച്ച് എല്ലാവരും കാണുന്നുണ്ട്. നിന്റെ കൈ കൊണ്ട് ചുറ്റി കുട്ടി പിടിച്ചടിക്കില്, അത് കഴിഞ്ഞിട്ട് ചിരിക്കില് ഒന്നും അറിയാത്ത പോലെ. എല്ലാവരും കാണുന്നുണ്ട്. നിന്റെ ഈ കാണിക്കില്ല കേട്ടാ, ഇതെല്ലാവരും കാണുന്നുണ്ട് വീഡിയോസില്. എന്നിട്ട് പരിപാടി കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ എന്തിനാ ഇടിക്കിന്? നല്ല സുഖണ്ടാ അങ്ങനെ ഇടിച്ചിട്ട്? നോട്ടെ, സുഖണ്ടാ? സുഖണ്ടടാ നോട്ടെ. ചിരിക്കണ്ടല്ലോ, സുഖണ്ടാ നോട്ടെ. അമ്മാവനെ വിളിക്കേ, നോട്ടെ ഇടിച്ചോട്ടെ. സുഖണ്ടടാ? അമ്മനെ ഇടിച്ചങ്ങനെ നോട്ടെ, കാണട്ടെ. അമ്മനെ ഇടിച്ച് വെള്ളം അതൊന്നും കുടിച്ചിട്ടില്ല. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ഒച്ചപ്പാടും ഇതൊക്കെ ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടാ. ഒന്നും കഴിച്ചിട്ടില്ല. കുളിച്ചു മിടുക്കനായിട്ട് ഇരിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. അല്ല സുഡ, കുളിച്ചു മിടുക്കനായിട്ട് ഇരിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അല്ലേ സുഡു? പിന്നെ അത് തന്നെയല്ല, സുഡു ഫിക്സ് ഉണ്ട് കേട്ടാ. ചിലപ്പോ അത് കാരണം കൊണ്ടാവാം ഭയങ്കര മടിയായിട്ടിരിക്കുന്നത് കേട്ടാ. പിന്നെ ചുണ്ടിന്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്, പിന്നെ അതിന്റെ വേദന ഉണ്ടാവാം. അപ്പൊ നമ്മള് സുടുക്കുട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. എന്റെ സുടുമോനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ സുടുമോൻ കുറെ കഴിയുമ്പോ വേദനയൊക്കെ മാറുമ്പോ കഴിക്കും അല്ലെ സുഡു? കണ്ട എന്റെ മോന് മനസ്സിലായി. എന്റെ മോനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് അല്ലേ. ടാറ്റ കൊടുത്തേ, ടാറ്റ തന്നേ കൈ. ടാറ്റ പറഞ്ഞേ, ടാറ്റ കൊടുക്കൂ. ടാറ്റ. ഹായ്. അടുത്ത വീഡിയോസിൽ വരാന്ന് പറഞ്ഞേ, അടുത്ത വീഡിയോസിൽ വരാന്ന് പറയേ. ഇന്നിപ്പോ ഇത്രയ്ക്ക് ക്ഷമയ്ക്കേ ഉള്ളൂ കേട്ടോ സുൽക്കുട്ടന്. അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് വരാം. അപ്പോ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.